ബിഗ് ബോസ് ഹൗസിനുള്ളിൽ 34 ദിവസം പിന്നിടുമ്പോൾ അനുമോൾ എന്ന ഗെയിമറെ പറ്റി ഒന്ന് സംസാരിച്ചാലോ? അനുമോളെ പേഴ്സണലായിട്ട് അറിയുന്നവരും ഷോകളിലും മറ്റും പരിചയമുള്ളവരൊക്കെ പറഞ്ഞു അനുമോൾ വളരെ സെൻസിറ്റീവ് ആണെന്ന്. അനുമോളെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതേ സ്ഥാനത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞത് അനുമോളുടെ കരച്ചിലൊരു ഡ്രാമയാണ്, കരച്ചിൽ കാർഡാണെന്നൊക്കെയാണ്. ഇമോഷണലി വീക്കായവർ സങ്കടം വരുന്ന സമയത്ത് കരഞ്ഞു പോവുക എന്ന് പറയുന്നത് ഒട്ടും മോശമായി കാണേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് അവര് ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനുമോളുടെ കരച്ചിലിന്റെ പേരിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും കളിയാക്കലുകൾ തുടർന്നു. ഏറ്റവും വിശ്വാസത്തോടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പരിചയപ്പെടുത്തിയ ശൈത്യ പിന്നീട് കട്ടപ്പ എന്ന കഥാപാത്രത്തെ നമ്മൾക്കൊക്കെ ഓർമ്മപ്പെടുത്തിയെങ്കിലും ഓരോ പ്രാവശ്യം അനുമോൾ കരയുന്ന സമയത്തും കരയാതിരിക്കാൻ വേണ്ടി ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ കൂടെ ചേർന്ന ആദിലയും നൂറയും ഹൗസിലെ മറ്റു മത്സരാർത്ഥികളൊക്കെ എതിർത്ത് നിന്നപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അനുവിന് ചെറിയൊരു ആശ്വാസം തന്നെയായിരുന്നു. എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് സാരമില്ല പോട്ടെ, കരയണ്ട എന്ന് പറയാൻ നമ്മൾ ആശ്വാസത്തോടെ കണ്ട 2-3 പേർ. വൈൽഡ് കാർഡ് വരുന്ന ദിവസം വരെ ഇവരൊക്കെ അനുമോളോട് എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത് അനുമോൾ കരയാതിരിക്കൂ, കരഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നീ പ്രതികരിക്കാൻ പറ്റില്ല, നീ എത്രമാത്രം കരയുന്നുവോ അത്രമാത്രം ഇവിടെയുള്ളവർ കളിയാക്കുകയുള്ളൂ, അതുകൊണ്ട് നീ സ്ട്രോങ് ആവണം, എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടി പറയണം, മറ്റുള്ളവർ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് നീ തുറന്നു പറയണം. ഇങ്ങനെയുള്ള മോട്ടിവേഷനുകളൊക്കെ നമ്മൾ അവരിൽ നിന്ന് കേട്ടതാണ്. പക്ഷേ പിന്നീടെപ്പോഴോ അവർ കട്ടപ്പമാരായി മാറി. ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയവർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരുപാട് കാലം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു കട്ടി വരും, ഒരു ധൈര്യം വരും. പിന്നെ ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ അത് അംഗീകരിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ അനുവിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. എന്തു പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് കരഞ്ഞ് ഒരു സൈഡിലേക്ക് മാറുന്ന അനുവിനെയല്ല പിന്നെ നമ്മൾ കണ്ടത്. ആവശ്യമില്ലാതെ സംസാരിക്കാൻ വരുന്നവരെടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന അനുവിനെയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് വൈൽഡ് കാർഡ് എൻട്രി. വൈൽഡ് കാർഡ് വരുന്ന ദിവസം രാവിലെ വരെ സ്ട്രോങ് ആവാൻ ഉപദേശിച്ചിരുന്ന ആതിര, നൂറ, ശൈത്യമൊക്കെ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ അനുവിനുണ്ടായ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവരുടെ കൺഫ്യൂഷൻ എന്നും വൈൽഡ് കാർഡിൻ്റെ അടുത്ത് നിന്ന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അനു മാറിയതെന്നാണ്. പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെയുള്ള ഒരു കാര്യമാണ് അത്രയും ദിവസത്തെ പ്രശ്നങ്ങളാണ് അനുവിനെ സ്ട്രോങ് ആക്കി എന്നുള്ളത്. അവർ കൊടുത്ത ഉപദേശങ്ങളും മോട്ടിവേഷനും ഒക്കെ അവർ മനഃപൂർവ്വം മറന്നു. അനുമോളെ ഇഷ്ടമില്ലാത്ത മറ്റു മത്സരാർത്ഥികളും മറ്റു മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന പുറത്തുള്ള ആർമികളൊക്കെ അനുവിനെ ഒരു നെഗറ്റീവ് കഥാപാത്രമാക്കി മാറ്റാൻ വളരെയധികം പരിശ്രമിച്ചു. വൈൽഡ് കാർഡ് വന്നപ്പോൾ പുറത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അനു ചോദിച്ചറിഞ്ഞു. അതുകൊണ്ട് അനു മാറി. ഇതായിരുന്നു അവർ കൊടുത്ത കൺക്ലൂഷൻ. ഒരു പ്രാവശ്യം പോലും വൈൽഡ് കാർഡ്സിന്റെ അടുത്ത് എങ്ങനെയാണ് പുറത്തുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചറിയുന്നത് ലൈവിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അനുമോൾക്ക് കുറച്ച് സപ്പോർട്ടുണ്ട് എന്നുള്ളത് വൈൽഡ് കാർഡ്സിന്റെ കയ്യിൽ നിന്നും മനസ്സിലാക്കിയതിനു ശേഷം മറ്റു മത്സരാർത്ഥികൾക്ക് അനുമോളെ ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. അത് അസൂയയാകാം, അല്ലെങ്കിൽ തങ്ങൾക്ക് സാധിക്കാത്തൊരു കാര്യം അനുമോൾക്ക് സാധിച്ചത് കൊണ്ടുള്ള വിഷമമാകാം. ഹോട്ട്സ്റ്റാർ ഫാൻസ് വോട്ടിങ്ങിലൂടെ പായസമുണ്ടാക്കുന്ന ഡ്യൂട്ടി അനുമോളിലേക്ക് വന്നു ചേർന്നതോടുകൂടി അത് നമ്മൾ അവിടെയുള്ള ഓരോ ഹൗസ് മേറ്റ്സിൻ്റെയും മുഖത്ത് പ്രകടമായി കാണാമായിരുന്നു. അതിലേറ്റവും പുറകെ നടന്ന് ദ്രോഹിച്ച ഒരാളാണ് അപ്പാനി. സ്വന്തം സ്റ്റോറി പറഞ്ഞതിലൂടെ അച്ഛൻ്റെ ജോലിയും കഴിഞ്ഞ കാലങ്ങളൊക്കെ മെൻഷൻ ചെയ്ത അനുമോളെ പിന്നീട് ദ്രോഹിച്ചത് അവരുടെ ആ ഒരു ജോലിയുടെ പേരിലും കള്ളൻ എന്ന മുദ്ര കുത്തിയുള്ള വാക്കുകളിലൂടെയൊക്കെയായിരുന്നു. അതുപോലെ വേറൊരു വ്യക്തിയാണ് അക്ബർ. അക്ബറിലെ ഗായകനെ നമ്മൾ ബിബി ഹൗസിൽ അറിയുന്നത് അനുമോളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അക്ബറിൻ്റെ പാട്ടിലൂടെ അവിടെ നടന്നത് പക്ക ഹ്യൂമിലിയേഷൻ മാത്രമാണ്. അതിനിടയിലാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായ ഏറ്റവും പ്രധാനമായുള്ള ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാകുന്നത്. താൻ കണ്ട കാര്യങ്ങൾ തന്നെയാണ് പുറത്തുനിന്ന് വന്നവർക്കും പറയാനുള്ളതെന്ന് മനസ്സിലാക്കിയ അനു തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. ലാലേട്ടൻ എത്ര തവണ ചോദിച്ചിട്ടും അനുമോൾ തന്റെ അഭിപ്രായത്തിൽ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. ഇതൊരു ഷോയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് ലാലേട്ടന്റെ ഭാഗം നമ്മൾ കണ്ടത്. ശക്തമായൊരു നടപടിയെടുക്കാനും അവർക്ക് പറ്റുന്നില്ല. താൻ കണ്ട കാര്യത്തിൽ അവൾ ഉറച്ചു നിൽക്കുന്നത് സമയത്ത് അതിനെതിരെ നല്ല രീതിയിൽ ഒന്ന് ചൂടായത് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ എന്തൊക്കെയോ ഒരു യോജിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം ഉതകുന്ന വിധത്തിലാണ് ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്ത് ലാലേട്ടൻ അതവിടെ അവസാനിപ്പിച്ചത്. ഇന്നുണ്ടായ സംഭവത്തിനേക്കാൾ കൂടുതലൊന്നും ഇനി ഈ സീസണിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. ഇത് തരണം ചെയ്താൽ പിന്നെ ഒന്നും നോക്കേണ്ട, അനുവിൻ്റെ ഏറ്റവും മികച്ച ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്, യാതൊരു സംശയവുമില്ല. ഏത് കാര്യമായാലും സത്യമായ ഒരു കാര്യത്തെയാണ് നമ്മൾ വളച്ചൊടിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കൂടെ നിൽക്കാൻ നമ്മൾ പ്രേക്ഷകരുണ്ടാകും. അതാണ് ബിബി ഹിസ്റ്ററി. ലാലേട്ടൻ ഒരു ഹോസ്റ്റ് മാത്രമാണെന്നും ലാലേട്ടൻ ചെയ്യുന്നത് ലാലേട്ടൻ്റെ ഡ്യൂട്ടിയാണെന്നും ഒക്കെ അറിവുള്ളവരാണ് നമ്മൾ. എന്നിരുന്നാലും അനുമോളെ മാത്രം ഫോക്കസ് ചെയ്ത് ചീത്ത പറയുന്ന സമയത്ത് നമ്മൾക്കുമുണ്ടായി സങ്കടം. അനുവിനെ സ്നേഹിക്കുന്നവർക്ക് ഏത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും സത്യസന്ധമായ ഒരു കാര്യത്തെയാണ് നമ്മൾ വളച്ചൊടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കാൻ നമ്മൾ പ്രേക്ഷകരുണ്ടാകും. അതാണ് ബിബി ഹിസ്റ്ററി. ഇത്രയൊക്കെ പ്രശ്നങ്ങളായില്ലേ, അനുമോൾ അങ്ങ് ഡെല്ലായി പോകുമെന്ന് കരുതുന്നവരോടാണ് ഇനിയുള്ള ദിവസങ്ങൾ അനുമോളുടേതാണ്. ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് മാത്രം അനുമോളെ വെറുക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മൾ അവളുടെ കൂടെ ഉണ്ടാകും.
ഇഷ്ടം കൂടിയിട്ടേയുള്ളൂ. വാക്കുമാറ്റി പറയാതെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്ന അനുവിനോട് പ്രേക്ഷകർക്ക് ഇഷ്ടം കൂടുകയേയുള്ളൂ. അവസാനമായി ഒരൊറ്റ കാര്യം, ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഒന്നു മാത്രമേ പറയാനുള്ളൂ. ഈ സീസൺ കപ്പ് എടുത്തിട്ട് മാത്രമേ അനുമോൾ ഇനി BB ഹൗസിൽ നിന്നും തിരിച്ചു വരുള്ളൂ.